തിരുവനന്തപുരം സർക്കാർ ലോ കോളേജിൽ SFI KSU സംഘർഷം. KSU പ്രവർത്തകരെ SFI തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. മേഘന, നിലവിലും സംഘർഷാവസ്ഥയാണോ അവിടെ? എന്താണ് ഇത്തരത്തിലൊരു ആരോപണത്തിന് പിന്നിൽ? അവിടെ KSU പ്രവർത്തകരെ തടഞ്ഞു വെച്ചിരിക്കുന്നു SFI എന്ന് പറയുന്നു. എന്താണതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രജിൻ, ലോ കോളേജിൽ ഇപ്പോഴും സംഘർഷ സാഹചര്യം തുടരുകയാണ്. അതിൽ അല്പസമയം മുന്നെയാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ മന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടായിട്ടുള്ള KSU പ്രതിഷേധം. അതിലൊരു വിശദീകരണമായി ഒരു ക്ലാസ് ക്യാമ്പയിൻ നടത്തുകയായിരുന്നു KSU. അതിലൊരു പ്രകോപനമാണ് SFIക്ക് ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ SFI ഈ ക്ലാസ് ക്യാമ്പയിൻ തടഞ്ഞു. അതുവഴിയാണ് ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ KSU ഒരു ആരോപണം എന്ന് പറയുന്നത് SFI ക്യാമ്പയിൻ തടഞ്ഞു, അതുപോലെ തന്നെ ക്യാമ്പയിൻ നടത്തിയ KSU നേതാവിനെ ആക്രമിച്ചു എന്ന കാര്യങ്ങളാണ് ഇതിൽ KSU പറയുന്നത്. പക്ഷേ SFI അവിടെ ഈ ഒരു കള്ളപ്രചരണം KSU നടത്തുന്നു എന്നുള്ള കാര്യങ്ങളടക്കമാണ് SFIയും പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായും KSU ഉന്നയിക്കുന്ന ആരോപണം ഈ ക്ലാസ് സമയം കഴിഞ്ഞിട്ടും KSU പ്രവർത്തകരെ SFI തടങ്കലിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് KSU പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നലെ മന്ത്രിക്കെതിരെ ഉണ്ടായ ഒരു പ്രതിഷേധം, അതിലാണ് ഒരു വിശദീകരണ ക്യാമ്പയിനുമായി KSU എത്തിയത്. പക്ഷേ അത് SFI തടയുകയായിരുന്നു. KSU കള്ളപ്രചരണം നടത്തുന്നു, മന്ത്രിയെ ആക്രമിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് SFI അവിടെ പറയുന്നത്. അതിൽ ഇപ്പോൾ രണ്ട് വിഭാഗവും തമ്മിൽ ഒരു സംഘർഷ സാധ്യതയടക്കമുണ്ട്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ സാഹചര്യം തുടരുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ വരുന്നത് അവരെ പുറത്തേക്ക് വിടാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് KSUക്കാർ ആരോപിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.